സാറിനെ കാണുമ്പോ ഒന്ന് ചോദിക്കണം എന്ന് കരുതിയതാണ്. ഇവിടെ ആക്സിഡന്റ് എന്തെങ്കിലും പറ്റിയതാണോ? ആക്സിഡന്റ് അല്ല, ഈ പടത്തിൽ തന്നെ കിച്ചു ടെല്ലസ് എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പൊ മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിട്ട് രണ്ടും കിച്ചു വരല. അപ്പൊ അങ്ങനെ വെച്ചു. ഞണ്ടൊക്കെ കോമഡി ആയിരുന്നു. പക്ഷെ തനിക്ക് കോമഡി ആയിട്ട് തോന്നിണ്ടാവില്ല. കുറെ അധികം നാൾക്ക് ശേഷം ചെയ്യുന്ന കൃഷ്ണശങ്കർ ചെയ്യുന്ന ഒരു കോമഡി കഥാപാത്രമാണ്. ഇപ്പൊ പണ്ട് ജനറഞ്ചനൊക്കെ മാന്നാർമാത്തായാലും ഗർഭാസിസാസനായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട്. കാരണം പുള്ളി ആ സമയത്ത് ഭയങ്കര വില്ലനാ. അപ്പൊ ആ ചോദ്യം ക്യാൻസൽ, കട്ട്, അടുത്ത എനിക്ക് ഉത്തരം എന്താ പറയാനാണ് ഞാൻ. അൽഫോൺസ് പുത്രനായിട്ട് നിങ്ങൾ നല്ലൊരു കണക്ഷൻ ആണല്ലോ. എന്താണ് മൈൻഡിൽ തോന്നുന്നത്? അത് അതേപോലെ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. പറ്റുമെങ്കിൽ ഞാൻ അൽഫോൺസിനോടും പറയും, ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമകൾ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് ചെറിയ പടമാണെങ്കിലും വലിയ പടമാണെങ്കിലും ആളുകൾ വന്ന് കാണുന്നു. അത് സിനിമാക്കാർക്കാണ് ഫസ്റ്റ്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ ഫിലിം കാനസ് ഫെസ്റ്റിവലിൽ ഇതാക്കുന്നത്. ദിവ്യപ്രഭ ആണെങ്കിലും കനി കുസൃതി ആണെങ്കിലും ലൈക്ക് നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ കുറച്ചുകൂടെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതും ഈ സമയത്ത് വന്നു എന്നുള്ളതാണ്. തിയേറ്ററിൽ ഈ പറയുന്ന പോലെ പ്രേമലും മഞ്ഞുമലും പ്രമേയവും ഒക്കെ അടിച്ചു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടുന്നത്. എല്ലാം നല്ല സമയമാണ്. പട്ടാപ്പകല് നല്ല പടമാണ്. 28-ാം തീയതിയാണ് സിനിമ ഇറങ്ങുന്നത്. നിങ്ങൾ പോയി കാണണം. ഹായ് എവരിവൺ, പട്ടാപ്പകൽ എന്ന സിനിമയുടെ വിശേഷമായി നമ്മോട് പങ്കുവയ്ക്കാൻ ചേരുന്നു കൃഷ്ണശങ്കർ ആൻഡ് അഭിന നിസം. വെൽക്കം ടു മഴവിൽ കേരളം. അപ്പോ എന്താണ് പട്ടാപ്പകൽ? എന്താണ് ശരിക്കും പട്ടാപ്പകൽ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ഒരു ഭീകര അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സീരിയസ് കൈൻഡ് ഓഫ് സംഭവമായിരിക്കും മൈൻഡിലേക്ക് വരിക. പക്ഷേ ഇതിൽ വെച്ചേക്കുന്ന എല്ലാവരും ഒരു കോമഡി കൈൻഡ് ഓഫ് സംഭവങ്ങൾ ചെയ്യുന്ന എല്ലാവരും കൂടിയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടൈറ്റിലും ഈ ഒരു ഫിലിം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്? അല്ല, ഈ പോസ്റ്റർ കാണുന്ന അതേ സംഭവമാണ്. അതായത് ഫണ്ണാണ് സിനിമ. ഇപ്പോൾ നമ്മളിങ്ങനെ പറയില്ല, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പട്ടാപ്പകലാണ് അത് നടന്നത് എന്ന് പറയുന്ന ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു ഇൻസിഡന്റ് രാവിലെ സംഭവിക്കും ഈ പറയുന്ന ജോണിച്ചന്റെ ക്യാരക്ടറിന്. അപ്പൊ അതുമൂലം ഉണ്ടാവുന്ന രസകരമായ ഒരു പോക്കാണ് ഈ സിനിമ. അപ്പൊ ഈ ഒരു ഒറ്റ ദിവസത്തിന്റെ ഇൻസിഡന്റ് ആണ് ഈ ഒരു സിനിമയിലുള്ളത്. അങ്ങനെയാണ്. ആമിന, പട്ടാപ്പകൽ എന്ന് പറയുമ്പോ അതായത് രാവിലെ ഒരു മോർണിംഗ് പേഴ്സൺ ആണോ ആമിന? അല്ല, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ സമയത്ത് ഓരോന്നാ. പക്ഷെ ഒരുപാട് അങ്ങോട്ട് മോർണിംഗ് പേഴ്സൺ അല്ല. ഇപ്പൊ എങ്ങാനും ഞാൻ രാവിലെ ഇപ്പൊ എണീക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര റുട്ടീനായിട്ട് നടക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും രാവിലെ എണീച്ചിട്ട് എന്റെ ഇപ്പം നിസ്കാരത്തിനായിരിക്കും ഞാൻ രാവിലെ എണീക്കട്ടോ. ഓണസ്റ്റ് ആയിട്ട് പറയാലോ. അപ്പൊ ഞാൻ കറക്റ്റ് ട്രാക്കിന് പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ എനിക്ക് നേരത്തെ കിടക്കണം. രാവിലെ എണീച്ച് നിസ്കരിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്ന് ഉറങ്ങും. അത് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ അത്ര മോർണിംഗ് പേഴ്സൺ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ എന്റെ ഇപ്പൊ എണീച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്ര മോർണിംഗ് പേഴ്സൺ ആണെന്ന്. കൃഷ്ണശങ്കറിലേക്ക് വരുമ്പോ അതെങ്ങനെയാണ്? മോർണിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യം പോലെ ഇരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഷൂട്ട് രാവിലെ ആണെങ്കിൽ നമ്മള് രാവിലെ എണീക്കണമല്ലോ. അങ്ങനെ വലിയ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. ചിലവരിങ്ങനെയില്ല, അതായത് എന്റെ മോർണിംഗ് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യും എന്ന് പറയുന്ന ചില വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നുമില്ല. സാറിനെ കാണുമ്പോ ഒന്ന് ചോദിക്കണം എന്ന് കരുതിയതാണ്. ഇവിടെ ആക്സിഡന്റ് എന്തെങ്കിലും പറ്റിയതാണോ? ആക്സിഡന്റ് അല്ല, ഈ പടത്തിൽ തന്നെ കിച്ചു ടെല്ലസ് എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പൊ മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിട്ട് രണ്ടും കിച്ചു വരല. അപ്പൊ അങ്ങനെ വെച്ചാൽ ഇല്ലടോ, ഇത് ഒരു ചെറിയൊരു കുരു വന്നു ആണല്ലേ. ഓക്കെ, എങ്ങനെയായിരുന്നു പട്ടാപ്പകലിലേക്ക് വന്നത് ആമിന? ഞാൻ ശരിക്കും ഇതിന്റെ ഡയറക്ടർ സാജിർ സാർ ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നാടൻ ക്യാരക്ടറാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു മൂവിയാണ്, ഇങ്ങനെ കോമഡി ഒക്കെ ഉള്ള അങ്ങനെ ഒരു ഇതാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഐ വാസ് ഇൻട്രസ്റ്റഡ്. ഐ വാസ് ലൈക്ക് ഓക്കെ ശരി. അപ്പൊ അങ്ങനെയാണ് പടത്തിലേക്ക് വരുന്നത്. കൃഷ്ണശങ്കർ കുറച്ചധികം നാളുകൾക്ക് ശേഷമല്ലേ ഒരു കോമഡി കൈൻഡ് ഓഫ് ഇത് ചെയ്യുന്നത്, മൂവി ചെയ്യുന്നത്? ആണെന്നല്ലേ. മരുഭൂമിയിലെ ആനയ്ക്ക് ശേഷം അതിനുശേഷം ഞണ്ടൊക്കെ കോമഡി ആയിരുന്നു. പക്ഷെ തനിക്ക് കോമഡി ആയിട്ട് തോന്നിണ്ടാവില്ല. അപ്പൊ പിന്നെ ഇതായിരിക്കും ശരി വെച്ചു കൊടുക്കാം. ഓക്കെ, ഇതാണ് കുറെ അധികം നാൾക്ക് ശേഷം ചെയ്യുന്ന കൃഷ്ണശങ്കർ ചെയ്യുന്ന ഒരു കോമഡി കഥാപാത്രമാണ്. 2013 ഈ കൃഷ്ണശങ്കറിനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിച്ചു വിളിച്ചോട്ടോ. ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് അധികം ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് കിച്ചു എന്ന് വിളിക്കുന്നത്. കണ്ടാ തനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യനോട് മനസ്സിലായിട്ടുള്ളത്. വെരി ഗുഡ്. എന്താ പേര്? ഫസീന. നല്ല പേര്. താങ്ക് യു. ചോദ്യം പറ. ചോദിച്ചതാണ്. അതായത് കുറെ നാൾക്ക് ശേഷമാണ് ഹ്യൂമർ കഥാപാത്രം ചെയ്യുന്നത്. അങ്ങനെ ഹ്യൂമർ കഥാപാത്രം ചെയ്ത ഈ പട്ടാപ്പകലിലെ കഥാപാത്രം എന്തായിരിക്കും? അതല്ലേ ചോദ്യം. പറഞ്ഞു. ഹ്യൂമർ കഥാപാത്രമാണ്.
അതായത് ബാലൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതിന്റെ കഥ ഇത്ര ഉള്ളൂ. അതായത് ഇപ്പൊ ജോണി ആന്റി എന്ന് പറയുന്ന കക്ഷിയുടെ ഒരു അവസ്ഥയിൽ നിന്ന് ഈ പറയുന്ന എൻ്റെ ക്യാരക്ടർ, കിച്ചു ടെലസിന്റെ ക്യാരക്ടർ ഗോകുലൻ, അങ്ങനെ ഒരുപാട് രമേശ് ചേട്ടൻ, അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ദിവസത്തെ കഥയാണത്. അത് സാഹചര്യം ഭയങ്കര രസമായിട്ട് ഹ്യൂമറിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. കിച്ചുവിന് പേഴ്സണലി ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഹ്യൂമർ മൂവീസ് ഒക്കെ ചെയ്യാനാണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മസാല എലമെന്റ്സ് എന്തെങ്കിലും വേണം എന്നുണ്ടോ? അങ്ങനെ വരല്ല. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, സത്യമായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടം വരുന്നു കൊടുക്ക്, 2 ഇടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് വേറെ ആരും ചെയ്യല്ല. പക്ഷെ ശക്തമായി അത് ചെയ്യാൻ എൻ്റെ മനസ്സിങ്ങനെ വീണ്ടും കൊതിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഇതിലെ പറയണം, ആരെങ്കിലൊക്കെ എനിക്ക് ഹ്യൂമർ അല്ലാതെ വേറെ അല്ലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ തരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പല ആൾക്കാരും ഇപ്പൊ നമ്മള് ഹ്യൂമർ അതായത് കുറച്ചുകൂടെ ആക്സെപ്റ്റൻസ് കിട്ടുന്നു തോന്നുന്നു. ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു സീരിയസ് കൈൻഡ് ഓഫ് സംഭവങ്ങൾ ചെയ്യുമ്പോൾ, ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ജോസഫില് ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്ത സമയത്ത് നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഈ ഒരു സീരിയസ് കൈൻഡ് ഓഫ് രീതിയിൽ ചെയ്യും എന്ന്. ആ ഒരു സമയത്താണ് നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്തത്. അല്ല, ഇതിനെ സംബന്ധിച്ച ഹ്യൂമർ നമ്മൾ ചെയ്യുമ്പോൾ ആ ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റിനോട് ആളുകൾക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. അതെ, ശരിയാ. കാരണം അത് ഒരാള് ഹ്യൂമർ ചെയ്ത് അയാളുടെ ഹ്യൂമറിന് നമ്മൾ ചിരിച്ച് അയാളെ ഇഷ്ടപ്പെടാൻ ആ പ്രോസസ്സിന് നല്ല സമയമെടുക്കും. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ. കാരണം നോക്കാം എന്ന ലൈനിലാണ് അത് നമ്മളത് ചിരിപ്പിച്ച് ആ രസം ഉണ്ട് കേട്ടോ, വളിപ്പല്ല, നീ കൊള്ളാമെന്ന് അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഓക്കെയാണ്. അതിപ്പോൾ സീരിയസ് ക്യാരക്ടേഴ്സ് ഹ്യൂമർ ചെയ്യുമ്പോഴും ഈ സാധനമുണ്ട്. ഇപ്പോൾ പണ്ട് ജനറൊക്കെ മാന്നാർമാത്തായാലും ഗർഭാസിസാസനായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട്. കാരണം പുള്ളി ആ സമയത്ത് ഭയങ്കര വില്ലനാ. ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പരിപാടി. പക്ഷെ അത് ഒരു ആർട്ടിസ്റ്റ് രണ്ടും ചെയ്യും. ആ ഒരു സംഭവമാണ്. അവന് ടെർബോക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്ത ഫിലിം ആയിരുന്നു. സോ രണ്ടും തമ്മില് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുമോ? ഇല്ല, രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് രണ്ടും വേറെ തന്നെയാണല്ലോ. പിന്നെ എങ്ങനെ കൂട്ടിക്കുഴയ്ക്കും? മറ്റേ ഇപ്പൊ നമ്മള് ടെർബോയില് കണ്ട് എനിക്ക് ആ വാക്ക് ഇഷ്ടായി. കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുമോ? എനിക്കിപ്പോഴും ചോദ്യം മനസ്സിലായിട്ടില്ല. പക്ഷെ അതെങ്ങനെ കൂട്ടിക്കുഴയ്ക്കുന്ന എനിക്ക് അറിയത്തില്ല. അതേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ബാക്കിലുള്ള ഒരു പോസ്റ്ററിൽ തന്നെ ഫേസിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ടെർബോയിലേക്ക് പോകുമ്പോ കുറച്ചുകൂടെ ഒന്ന് മെലിഞ്ഞിട്ട്. അതെ അതെ അതെ, രണ്ടിനും ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട്. ബിക്കോസ് ഇത് മുന്നേ ഞാൻ കംപ്ലീറ്റ് ചെയ്ത പടമായിരുന്നു പട്ടാപ്പകൽ. അപ്പൊ അതിൽ ഞാൻ കുറച്ചും കൂടെ ചബ്ബിയായിരുന്നു. ഇപ്പൊ ഫേസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചബ്ബിയാണ്. ഇതിന്റെ ക്യാരക്ടറും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പൊ ടെർബോയിൽ വരുമ്പോൾ ഒരു 21 year old ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ഇതാണ്. അപ്പം ഇറ്റ് റിക്വയർഡ് മീ ടു ലൂസ് വെയിറ്റ്. അപ്പൊ ഞാൻ ഐ ലോസ്റ്റ് വെയിറ്റ്. എന്റെ ഹെയർ കട്ട് ആണെങ്കിലും എല്ലാം അതിനനുസരിച്ച്. അത് വേറെ ക്യാരക്ടറായിരുന്നു, ഇത് വേറെ ക്യാരക്ടർ. അത് മോഡേൺ ക്യാരക്ടർ, ഇത് നാടൻ ക്യാരക്ടർ. രണ്ടും കോൺട്രാസ്റ്റ് ഉള്ള 2 ക്യാരക്ടേഴ്സ് ആണ് ഈ 2 ക്യാരക്ടേഴ്സ്. അപ്പൊ രണ്ടും ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റണം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണല്ലോ. ഇത് മെയിൽ ഓറിയന്റഡ് മൂവിയാണോ ബേസിക്കലി? അതായത് ഫീമെയിൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്ത. ഇതില് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് ഇതില്. ഇവര് തന്നെ പരസ്പരം ഈ സിനിമയിൽ കാണുന്നില്ല, നമ്മൾ കണ്ടിട്ടില്ല, സീൻസ് ഇല്ല. അപ്പൊ അത് ഇതില് കഥയ്ക്കായിരിക്കും ഇമ്പോർട്ടൻസ്. ഇതിലൊരു സംഭവം, ഇത് കഥ എന്നെ കൊണ്ട് പറയിപ്പിക്കും. ഇതിലൊരു സംഭവം ഉണ്ട്, ആ സാധനത്തിനാണ് ഇമ്പോർട്ടൻസ്. നമ്മളൊക്കെ അതിന് ചുറ്റും വരുന്ന ആളുകൾ മാത്രം. അൽഫോൺസ് പുത്രനായിട്ട് നിങ്ങൾ നല്ലൊരു കണക്ഷൻ ആണല്ലോ. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്താണ് മൈൻഡിൽ തോന്നുന്നത് അത് അതേപോലെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ആളാണ്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സിന് ഓസ്കാർ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ സിനിമ കരിയർ നിർത്തുന്നൊക്കെ. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച്? അല്ല, സിനിമ കരിയർ നിർത്തുന്നത് വേറെയായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ചല്ല. സിനിമ കരിയർ നിർത്തുന്നത് വേറെ പറഞ്ഞതാ. മഞ്ഞുമൽ ബോയ്സിന് ഓസ്കാർ കിട്ടിയില്ലെങ്കിൽ ഓസ്കാർ അംഗീകരിക്കില്ല അങ്ങനെ എന്തോ പറഞ്ഞു. രണ്ടും കൂടി ഇതല്ല, മിക്സ് അല്ല. അപ്പൊ ആ ചോദ്യം ക്യാൻസൽ, കട്ട്. അടുത്ത പറ. ഫസ്റ്റ് ചോദ്യം. എന്നാ ഈ ചോദ്യം കറക്റ്റ് ആയിട്ട് ചോദിക്കണ്ടേ? എനിക്ക് ഉത്തരം എന്ത് പറയാനാണ് ഞാൻ. പട്ടാപ്പകല് നല്ല പടമാണ്. 28-ാം തീയതിയാണ് സിനിമ ഇറങ്ങുന്നത്, നിങ്ങൾ പോയി കാണണം. പറ്റുമെങ്കിൽ ഞാൻ അൽഫോൻസിനോടും പറയും പട്ടാപ്പകല് പോയി കാണാൻ. മലയാള സിനിമയുടെ പുരോഗതിയിലേക്ക് എന്റെ അമ്മ പറ. മലയാള സിനിമയുടെ പുരോഗതിയിലേക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല പുരോഗതി അല്ലേ ഇപ്പൊ? അല്ല, നല്ല പുരോഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ തിയേറ്ററിൽ വന്ന് സിനിമകൾ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് ചെറിയ പടമാണെങ്കിലും വലിയ പടമാണെങ്കിലും ആളുകൾ വന്ന് കാണുന്നു. കാരണം ഒരു സമയത്ത് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ സമയത്തെ പടങ്ങളുടെ ആയിരിക്കും. കാരണം സിനിമ അങ്ങനെ ഒരു സെക്കൻഡറി വെച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് സിനിമാക്കാർക്കാണ് ഫസ്റ്റ് നടത്തണം എന്നുള്ളത്. കാരണം ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഏറ്റവും ഫസ്റ്റ് പൂട്ടിയതും ലാസ്റ്റ് തുറന്നതും തിയേറ്ററാണ്.
അല്ലാണ്ട് ആളുകൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്, ഒരു വിഷയമില്ലാണ്ട് ജീവിച്ചിട്ടുണ്ട്. സിനിമാക്കാർക്ക് മാത്രമേ അന്ന് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, കാരണം നമ്മുടെ ഉപജീവനമാർഗ്ഗം ഇതാണ്. അപ്പോൾ ആളുകളെ എൻ്റർടൈൻ ചെയ്യിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ സിനിമാക്കാരൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ അത് ഇപ്പോഴത്തെ സ്റ്റേജിൽ വളരെ നല്ല പ്രോസസ്സാണ്. കാരണം ഇറങ്ങുന്ന എല്ലാ പടങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഡിഫറെൻറ്റ് പടങ്ങളും പോകുന്നുണ്ട്. ചെറിയ പടങ്ങളാണെങ്കിലും വലിയ ബാനേഴ്സിൻ്റെ പടങ്ങളാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ ഫിലിം കാനസ് ഫെസ്റ്റിവലിൽ ഇതാക്കുന്നത്. അതിപ്പോ ദിവ്യപ്രഭ ആണെങ്കിലും കനിക്കുസൃതി ആണെങ്കിലും ലൈക്ക് നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ കുറച്ചുകൂടെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അല്ല, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അതായത് അതും ഈ സമയത്ത് വന്നു എന്നുള്ളതാണ്. തിയേറ്ററിൽ ഈ പറയുന്ന പോലെ പ്രേമലും മഞ്ഞുമലും ഭ്രമയോഗം ഒക്കെ അടിച്ച് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടുന്നത്. എല്ലാം നല്ല സമയമാണ്. ഇനി പട്ടാപ്പകലിലേക്ക് വരുവാണെങ്കിൽ പിഷാരടി ചേട്ടൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫിലിമില്? പുള്ളിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല. ഇല്ലല്ലേ? അതായത് ഞാൻ സീരിയസ്ലി ഞാൻ ജോയിൻ ചെയ്യണ, ഞാൻ കോട്ടയത്താണ് എൻ്റെ ഷൂട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആലുവന്ന് വണ്ടി കയറുമ്പോൾ ഞാൻ രമേശനെ വിളിച്ചു, അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, എടാ എൻ്റെ കഴിഞ്ഞോടാ, ഞാൻ തിരിച്ചപ്പോൾ എറണാകുളത്ത് എത്തി. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അടുത്ത പരിചയമുള്ളത് നന്ദൻ ഉണ്ണിയാണ്, അവനും എറണാകുളത്ത് എത്തി, ഗൂഗിളിന് എറണാകുളത്ത് എത്തി. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കിച്ചു ടെല്ലസ് ഉണ്ട്, ഫ്രാങ്കോ ഉണ്ട്, പ്രശാന്ത് ഉണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. കാരണം അങ്ങനെ പരസ്പരം അങ്ങനെ കോമ്പിനേഷൻ ഇല്ല. ഇപ്പൊ ജോണി ചേട്ടനായിട്ട് കോമ്പിനേഷൻ ഇല്ല, ഈ കുട്ടിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല, സുധികോപ്പയായിട്ട് കോമ്പിനേഷൻ ഇല്ല, ഗോകുലിനായിട്ട് കോമ്പിനേഷൻ ഇല്ല. അപ്പൊ ഞാൻ അതാ പറഞ്ഞ, അത് എടോ ഈ ചില്ലറ പരിപാടിയിൽ ഇത്ര ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സാജറ ആരാന്ന് കരുതിയത്? സീരിയസ് ആയിട്ട് അത് അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില സിനിമകളിൽ ചിലപ്പോ എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ പോയിട്ട് എല്ലാ ക്യാരക്ടേഴ്സും ചിലപ്പോൾ ക്ലൈമാക്സിലെങ്കിലും ഒരു സീനിൽ കാണും. ഇതിൽ അതുമില്ല. അതില്ല, പല ആൾക്കാരും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കാണുന്നത്. അതെല്ലേ, പ്രത്യേകിച്ച് എന്റെ ക്യാരക്ടർ ഇവരാരെയും കാണില്ല കേട്ടോ. ബാലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒളിച്ചിരിക്കണോ? ഞാൻ എന്നെ അഭിനയം കൂടിയോണ്ട് ഒളിപ്പിച്ചാണോ എനിക്ക് അറിയില്ല. എന്തായാലും സ്ക്രീനിലില്ല ഞാൻ. ഈ ഫിലിമിന്റെ ട്രെയിലറിൽ പറയുന്നുണ്ട്, നമ്മൾ ഇരിക്കുന്നത് തണൽ മരത്തിലാണെങ്കിലും നമ്മൾ കാണാൻ പോകുന്ന ഒരു നന്മ മരത്തിനെയാണ്. മറ്റേ ചേട്ടൻ പറയണത്. ആക്ച്വലി നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ നന്മമരം കളിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? സെറ്റിലാണ്. അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര സ്പീഡ് ഷൂട്ടായിരുന്നു. ഇപ്പോൾ ഗോകുലൻ അല്ലെങ്കിൽ ഇവരൊക്കെ 10 ദിവസത്തെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ 10 ദിവസം 12 ദിവസം ഡേറ്റ് ഉള്ളൂ. പക്ഷെ ഓൾറെഡി ഷൂട്ട് 8 ദിവസം 7 ദിവസം കൊണ്ട് തീരും. അത്രയും സ്പീഡിലായിരുന്നു കാര്യങ്ങൾ പോയത്. അപ്പോൾ ഒരു സിനിമ സ്പീഡിൽ പോകാൻ ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള എന്താ പറയാ കണക്ഷനുമാണ് ഇതിന്റെ കാര്യം. അപ്പൊ അത് അത്രയും നല്ല രസമായിട്ടാണ് സെറ്റ് പോയിക്കൊണ്ടിരുന്നത്. അവന് ത്രൂ ഔട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒരു നാടൻ വേഷമായിരുന്നു. അതെ അതെ, എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എനിക്ക് ചെയ്യാനില്ല, എനിക്ക് കുറച്ചൊരു ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ചുകൂടെ ഒരു നാടനായിട്ടുള്ള കുറച്ചുകൂടെ ഏജ് കൂടുതൽ തോന്നിക്കുന്ന അങ്ങനെ ഒരു നാടൻ കുട്ടിയായിരുന്നു അത് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിയുന്നതും ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു ഇത്. അതെ, അത്രേ ഉള്ളൂ. ടർബോയുടെ ഇത് കഴിഞ്ഞിട്ട്, മൂവി കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂയുടെ സമയത്ത് അശ്വന്ത് കോക്ക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ത്രൂ ഔട്ട് ഫിലിമിനെ റിവ്യൂ ചെയ്ത സമയത്ത് അവനയുടെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഭാവം ഇല്ലാതെയാണ് ആ കുട്ടി അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മറുപടി ശരിക്കും ഈ പുള്ളിയുടെ റിവ്യൂ തന്നെ ഞാൻ കണ്ടിട്ടില്ല, ഇന്നേ ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഈ എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു പുള്ളി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ പുള്ളി ആരാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഒമർ ലുലുയുടെ പടത്തിൽ എങ്ങാണ്ട് അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പം എനിക്ക് അറിയത്തില്ല കേട്ടോ, എനിക്ക് ഐ ഡോണ്ട് നോ ഹിം. ഞാൻ പുള്ളിയുടെ ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പോലും ഈ പുള്ളിയുടെ ഇന്റർവ്യൂ റിവ്യൂ ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. അതിന്റെ ബിക്കോസ് എനിക്ക് തോന്നിയില്ല അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ക്രിറ്റിസിസം നമുക്ക് കിട്ടും. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുമ്പോൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ടാവും, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ടാവും, പല രീതിയിലുള്ള ക്രിറ്റിസിസം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ക്രിറ്റിസിസം കേൾക്കുമ്പോൾ നമുക്കിത് അനലൈസ് ചെയ്യാൻ പറ്റണം. ഇത് നമുക്ക് ശരിക്കും ബെനിഫിറ്റ് ചെയ്യുന്ന ക്രിറ്റിസിസം ആണോ അതോ നമ്മളുടെ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണോ? നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടും നമുക്കത് എടുക്കാനുള്ളതാണോ വിട്ടുകളയാനുള്ളതാണ്. ഇപ്പൊ പുള്ളി പറഞ്ഞ ഇപ്പൊ റിവ്യൂസ് ആണെങ്കിലും എനിക്കതിൽ കംപ്ലീറ്റ്ലി വിശ്വാസമില്ല. ബിക്കോസ് ഒന്നാമത് ഞാൻ കണ്ടിട്ടില്ല, രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കറിയാം. ഞാൻ പിന്നെ കുറച്ച് ട്രോൾസും കണ്ടായിരുന്നു. പുള്ളി നല്ല പറഞ്ഞ കുറെ പടങ്ങൾ നല്ല രീതിയിൽ പൊട്ടിയിട്ടുമുണ്ട്, പിന്നെ പല രീതിയിലുള്ള ഇപ്പം ചീത്തയായിട്ട് പറഞ്ഞ മൂവീസ് വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ റിവ്യൂ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ഇതിൽ അവർ പറയുന്നതാണ്.
അപ്പൊ അതിൽ നമുക്ക് പറയരുത് എന്നും പറയാൻ പറ്റത്തില്ല, അത് അവരുടെ ഫ്രീഡം ആണ്, അവർക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണം എന്നില്ല, നമ്മൾ എന്ത് എടുക്കണം നമ്മൾ എന്ത് എടുക്കണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ്. സോ എനിക്ക് തോന്നിയില്ല ഈ പുള്ളിയുടെ ക്രിറ്റിസിസം എനിക്ക് അതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഒരു ക്രിറ്റിസിസം ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് നമുക്കറിയാം ഒരു ക്യാരക്ടറിന് നമ്മൾ കൊടുക്കുമ്പോൾ എത്രത്തോളം കൊടുക്കണം, പക്ഷെ അതല്ല എന്ന് ഒരു 4 പേര് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. എനിക്ക് അനലൈസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ അല്ല തോന്നിയത്. പിന്നെ അതല്ലാതെ പുള്ളി വേറെ സിനിമകളെ കുറിച്ച് പറഞ്ഞതും എൻ്റെ ഒരു വേ ഓഫ് തോട്ടിനനുസരിച്ചിട്ടുള്ള റിവ്യൂസോ ഇതോ അല്ല പുള്ളി പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. അതിപ്പോ ട്രോളുമായിട്ട് വരുന്നുണ്ട്, പുള്ളീനെ ഇപ്പൊ ആൾക്കാരെ ട്രോളി കൊല്ലുന്നുണ്ട്. ഇങ്ങനത്തെ റിവ്യൂസിന് എനിക്ക് തോന്നുന്നില്ല അത്രയും നിലവാരം ഉള്ളതാണെന്ന്. ബിക്കോസ് അവരുടെ ഇഷ്ടത്തിന് ബയസ്ഡ് ആയിരിക്കും ഇതൊക്കെ, ബയസ്ഡ് ആയിരിക്കും. അപ്പൊ അത് കാരണം നമുക്കത് ഇത് അവര് കോടതിയല്ലല്ലോ, അല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പൊ ആ പോയിന്റ് ഓഫ് വ്യൂ പറയാം, അത്രേ ഉള്ളൂ. ഞാനത് കാര്യമായിട്ട് എടുക്കുന്നേ ഇല്ല. കിച്ചു എങ്ങനെയാണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് റിവ്യൂസിനായാലും ട്രോൾസിനായാലും നോക്കി കാണുന്നത്? ജോലിയല്ലേ, അവരുടെ ജോലിയാണ്. നമ്മുടെ ജോലി ഇതാണ്. ഇതുണ്ടെങ്കിലേ ആ ജോലി ഉണ്ടാവുള്ളൂ. അത് ശരി. റിവ്യൂ എന്ന് പറഞ്ഞ ജോലി കേട്ടോ, വേറെ ജോലിയല്ല ഞാൻ പറഞ്ഞേ, റിവ്യൂ എന്ന് പറഞ്ഞ ജോലി. അപ്പൊ പിന്നെ പൊതുവെ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ പണ്ട് നമ്മള് സിനിമ കാണുന്ന ഒരു കൂട്ടുകാരനുണ്ടാവും, അവന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചോണ്ടിരുന്നത്, എടാ പടം എങ്ങനെയാ, ആ പടം കൊള്ളാടെ കുഴപ്പമില്ല എന്ന് പറയും. അതിൽ തന്നെ 2-3 കൂട്ടുകാരന്മാരുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം എങ്ങനെയുണ്ട്, എടാ പടം പോരാ, ഇവൻ പോരാന്ന് പറഞ്ഞാൽ അപ്പൊ നല്ലതായിരിക്കും. അല്ല, അങ്ങനെ 2-3 ആൾക്കാരുണ്ട്. അപ്പൊ അത് അന്ന് നമ്മള് അങ്ങനത്തെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളുടെ എണ്ണം കൂടി. പണ്ട് ഇപ്പോൾ ഒരാഴ്ച 1-2 സിനിമ ഇറങ്ങുള്ളൂ, ഇപ്പൊ അതല്ല സ്ഥിതി. ഓക്കെ, അപ്പൊ എല്ലാം പോയി കാണാൻ ആളുകൾക്ക് പറ്റില്ല. ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ സൊമാറ്റോ ഓർഡർ ചെയ്യണം. അതുപോലെ തന്നെയാണ് റിവ്യൂ കാണുന്നു. കാരണം അവിടെ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ പോകേണ്ട കാര്യമില്ല, റിവ്യൂ നോക്കണം. ഓക്കെ, ആ റിവ്യൂ വിശ്വസിച്ച് പോകുന്നവരുണ്ട്, അല്ലാണ്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ആ റിവ്യൂവിനേക്കാളും ഉപരി ആക്ടറിനെ വിശ്വസിച്ച് പോകുന്നവരുണ്ട്, ഡയറക്ടറെ വിശ്വസിച്ച് പോകുന്നവരുണ്ട്. സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ഏത് റിവ്യൂ പറഞ്ഞാലും അവർ പോയി കാണും. ഓക്കെ, അത് നമുക്ക് ആ ചിലപ്പോൾ ആ ട്രെയിലർ നമുക്ക് കണക്ട് ആവുമായിരിക്കും, അല്ലെങ്കിൽ ആ ആക്ടറിന്റെ നേരത്തെ പടം നമുക്ക് കണക്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ടറെ ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം ജോലിയുടെ ഭാഗമായിട്ട് എടുത്താൽ വിടുന്നത് എങ്ങനെ എന്തൊക്കെ ഇത് ഉന്തിത്തള്ളി മലയാള സിനിമ മുമ്പിലോട്ട് പോട്ടെ, അതല്ലേ വേണ്ടത്. അതെ അതെ അതെ. പട്ടാപ്പകലില് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക പാട്ടുകളായാലും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇതിലെ പാട്ട്? അല്ലെങ്കിൽ അതൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ഫിലിമില്, അല്ലെങ്കിൽ ഒരു കോമിക് ടൈപ്പ് ഓഫ് പാട്ട് എന്നുള്ള രീതിയിൽ വരുന്നുണ്ടോ? പേസ് ഉള്ള പാട്ടുണ്ട്. അതെ, എനിക്ക് 2 പാട്ടല്ലോ, 3 പാട്ട്. അതിൽ ഒരെണ്ണം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ട്രെയിലറിൽ കാണുന്ന പോലെ ആ ലാസ്റ്റത്തെ ഒരു ഓട്ടപ്പാസിലുള്ള പരിപാടിയിൽ ഷാന്റെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. സീൻസിനെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ബിജിഎമ്മും മ്യൂസിക്കും ഇല്ലാത്തൊരു സിനിമേനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? അങ്ങനെ മ്യൂസിക് ഫിലിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബിജിഎം ഇല്ലാത്ത സിനിമ ഉണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ചോദിക്കണേണ്. ഡയലോഗ് ഇല്ലാത്ത സിനിമയുണ്ട്, പണ്ടത്തെ ചാർലി ചാപ്ലിൻ അല്ലെങ്കിൽ കമൽ സാറിന്റെ മറ്റേ പുഷ്പകുമാരനൊക്കെ അല്ലേ? ബിജിഎം ഇല്ലാത്തുണ്ടാവുന്നതാണ്. എനിക്ക് തോന്നുന്നു വിഷ്വലിനെക്കാളും ഞാൻ കേട്ടേക്കണേ കേട്ടോ ഇമ്പാക്ട് സൗണ്ടിനാണെന്ന് കേട്ടിട്ടുണ്ട്. വിഷ്വല് ഇപ്പൊ നോർമലി ഒരാൾ നടന്നു പോകുമ്പോ ഓക്കെ അതില് വരുമ്പോഴാണല്ലോ നമുക്ക് രസം തോന്നണേ. അപ്പൊ അത് എനിക്ക് തോന്നുന്ന സൗണ്ടിനായിരിക്കും ഇമ്പോർട്ടൻസ് അല്ലേ? താനിങ്ങനെ ചോദിച്ചു, ഞാൻ വെറുതെ ചിന്തിക്കാതൊക്കെ ഇരുന്നിട്ട്. അല്ല, എനിക്ക് അങ്ങനെ അറിയില്ല. ഞാൻ നിങ്ങളുടെ ഒരു പോയിന്റ് പട്ടാപ്പകല് ബിജിഎം ഉണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, എനിക്ക് ആ ഫോണൊന്ന് മാറ്റി വെക്കോ. എന്ത് ചോദ്യങ്ങളാണ് എന്റെ ദൈവമേ. ഓ, മഹാഭാരത യുദ്ധത്തിലും ഉണ്ടാവില്ല ഇത്രയും. തീർന്നാ? അപ്പോ ജൂൺ 28 റിലീസ് ആവുകയാണ്. പ്രേക്ഷകർ എന്തെല്ലാമാണ് ഒരു കോമിക് എന്നുള്ള രീതിയിൽ എന്നതിനുപരി വേറെ എന്തെല്ലാമാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് റിലാക്സേഷൻ പറഞ്ഞോളൂ. കഴിഞ്ഞ ചോദ്യം കഴിഞ്ഞതാണ്. അല്ല, എന്തായാലും കോമഡി അത്യാവശ്യം ഉണ്ടാവും. ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും അതാണ്. കോമഡി ഒക്കെ ആൾക്കാർക്ക് ഇപ്പോൾ ഫാമിലീസ് ആണെങ്കിലും എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന പോലത്തെ ഒരു മൂവി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിയേറ്റർ മൂവി തന്നെയാണ്. ഈ ട്രെയിലറിൽ കണ്ട ഫണ്ണുണ്ട്, അതാണ് സിനിമ. ആ ഒരു സ്പീഡും ആ ഒരു പേസിലാണ് സിനിമ പോകുന്നത്. എനിക്ക് തോന്നുന്നത് 2 മണിക്കൂർ.
എനിവേ ഓൾ ദി ബെസ്റ്റ് ടു പട്ടാപ്പകൽ ആൻഡ് ദി ഹോൾ ടീം. സിനിമ വൻ വിജയമാകട്ടെ, എന്തായാലും പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ Thank you. മച്ച്. താങ്ക് യു.